നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പൊ മീഡിയ, പത്രവാർത്ത, കല്യാണം, എന്റെ ഹണിമൂൺ. അപ്പോ അച്ഛനതൊന്നും അറിയില്ലല്ലോ സർ? ഇല്ല കുട്ടി, ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാ മതി. രാജു സാറൊക്കെ അവിടെ ഉണ്ടല്ലോ, സാറിനോടൊക്കെ ആലോചിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ ഇരുത്തുന്നത്, അതും പ്രതാപൻ സാറിന്റെ മോളെ, മീഡിയ എങ്ങാനും അറിഞ്ഞാൽ? ശരി ചേച്ചി, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം. ശരി. രാജു, എനിക്ക് പറയാനുള്ളത് കേട്ടില്ലല്ലോ. എനിക്കുടനെ പോലീസ് സ്റ്റേഷനിൽ എത്തണം രമ്യ. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? അത് പോലീസ് സ്റ്റേഷനില് ഋതിക മേഡം എന്തോ കുഴപ്പത്തില. ശരി രാജു. ഋതിക, ഏത് സമയത്തും ഋതിക. ഭഗവാനെ, മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷം അപകടം. മീഡിയ എല്ലാം മണത്തറിയും. അച്ഛൻ എന്നെ എന്നേക്കുമായിട്ട് വെറുക്കും. ഈ പ്രതിസന്ധിന്ന് കരകയറ്റാൻ നീ തന്നെ അവതരിക്കണേ ഭഗവാനെ. ചേച്ചി, മാഡം അവിടെ അകത്തേനെ ഇരിപ്പുണ്ട്. എന്താ ചേച്ചി കേസ്? അത് തന്റെ വില എത്രയാണോ? 500, 5000 അതോ 50,000? മാഡത്തെ കൊടുക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ഒപ്പിച്ച വേലയാണ് ചേച്ചിയത്. മീഡിയ അറിഞ്ഞ പ്രശ്നമാവും അവനറിയാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ, മന്ത്രിയുടെ മോളെന്ന് പറഞ്ഞ് മാഡത്തെ കൊടുക്കാനല്ല അവൻ നോക്കിയത്. എന്നാ നമ്മളും അതേ കാർഡ് തന്നെ ഇറക്കി മാഡത്തെ രക്ഷിക്കുന്നു. ചേച്ചി വാ. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാൻ ഫോഴ്സിനെ ഉടനെ അയക്കുന്നുണ്ട്. ശരി, ഓക്കെ. സർ, സാറിന് എന്നെ മനസ്സിലായോ? മനസ്സിലായി സാർ. സാർ വർമ്മ സാറിന്റെ BA അല്ലേ? വർമ്മ സാറിന്റെ എസ്കോർട്ടായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇരിക്കും സാർ. ഞാൻ വന്നത് പുറത്തിരിക്കുന്ന ആ കുട്ടിയുടെ കാര്യം സംസാരിക്കാനാ. അവരെ വിടുന്ന കാര്യമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. സർ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. എന്നിട്ട് സാറ് തന്നെ തീരുമാനിക്കുക. രാജു, ഇവനെന്താ ഇവിടെ? പണി മൊത്തം പാളിയോ? കുട്ടി പോയിക്കോളൂ. താങ്ക് യു സർ. അപ്പൊ മീഡിയ, പത്രവാർത്ത, കല്യാണം, എന്റെ ഹണിമൂൺ. അപ്പോ അച്ഛനതൊന്നും അറിയില്ലല്ലോ സർ? ഇല്ല കുട്ടി, ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാ മതി. രാജു സാറൊക്കെ അവിടെ ഉണ്ടല്ലോ, സാറിനോടൊക്കെ ആലോചിച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. അപ്പൊ ശരിക്കും പണി പാളിയല്ലേ? ഈ സെല്ലിന്റെ വാതിൽ തുറക്കണോ? ഇപ്പോ തനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇപ്പോഴാണ് നീ ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്.
സെല്ലിന്റെ വാതിൽ തുറക്കുന്നുണ്ട്. ഇവരൊന്ന് പൊയ്ക്കോട്ടെ. മിനിസ്റ്ററുടെ മോള് ലോക്കപ്പ് മർദ്ദനം നേരിട്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ. സാറേ എന്നെ അറിയില്ല. നിർത്തടാ. വർമ്മ സാറിന്റെ മോളെ വെച്ച നിന്റെ കളിയല്ലേ? നിന്നെ പോലുള്ള വായ നോക്കിയുള്ള മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയായി പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചിരിക്കുന്നത്. സർ, ഒരു അപേക്ഷയുണ്ട്. കൈ വെക്കേണ്ടതെന്ന് രാജു സാർ പറയരുത്. 2 എണ്ണം കിട്ടിയാലേ ഇവനെ പോലുള്ളവന്മാര് നന്നാവും. അതല്ല സർ, പതിവ് കോട്ടേക്കാളും 2 എണ്ണം കൂടുതൽ കൊടുത്തേക്ക്. അമ്മ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന പോലീസ് കൈവച്ചിട്ടെങ്കിലും നന്നാവുന്ന നോക്കട്ടെ സർ. ഓ അതാണോ? അത് ഞാൻ ഏറ്റു. വരും മേഡം, പോ. ശരി സർ, താങ്ക് യു. ഓക്കെ. തുറക്കണോ? സെല്ലു തുറക്കണോ? കയറി മേഡം. സാറിനെ തല്ലാൻ പോവാണോ? ഞാൻ ആരാണെന്ന് സാറിന് അറിയില്ല. ഞാൻ ആരാണെന്ന് അറിയത്തില്ല. ഇന്നത്തെ ഉറക്കവും പോയെന്നാ തോന്നുന്നത്. എന്താ രാജു ഇവിടെ നിർത്തിയത്? ഭയന്നിട്ടാണോ തണുത്തിട്ടാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. ഞാൻ ആകെ ഭയന്നു പോയ രാജു. രാജു വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് പേടിയാവുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ ഓർത്ത് മാഡം എന്തിനാ ടെൻഷൻ ആവുന്നത്? വാ, നമുക്ക് ചൂടായിട്ടൊരു ചായ കുടിക്കാം. ചൂട് ചായ ഉള്ളി ചെല്ലുമ്പോ മാഡം ഒന്ന് ഫ്രഷ് ആവും. വാ മാഡം. രാജു ചേട്ടാ, സുഖല്ലേ? എന്താ വേണ്ടേ? 2 സ്പെഷ്യൽ ചായ. അകത്തോട്ടിരിക്കും. വാ മാഡം. എന്നാലും മാഡം എന്തിനാ ആ ദീപകിന്റെ കൂടെ രാത്രിയിൽ പുറത്തു വന്നത്? രാജു, ഒരു പ്രശ്നമുണ്ട്. എന്താ രതിക മാഡം? കഴിഞ്ഞ ദിവസം വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുവാണെന്നും സഹായം വേണമെന്നും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ വീട്ടിലില്ലായിരുന്നതുകൊണ്ടും ആ കുട്ടിയുടെ അച്ഛന്റെ നില ഗുരുതരമായതുകൊണ്ടും ഞാൻ ചെയ്തത് തെറ്റാണോ രാജു? തെറ്റാണ് മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.